അതിനെതിരായിട്ടുള്ള പോരാട്ടവും തുടർന്നുള്ള നാളുകളിൽ പാർട്ടി ഏറ്റെടുക്കുന്നു. എങ്ങനെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മോഹമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമാണെങ്കിലും അതെല്ലാം പാർട്ടി സ്വാഭാവികമായിട്ട് പരിശോധിക്കും. ഈ വിമർശനത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത്രയും കാലം. മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. കൂട്ടത്തിൽ നിങ്ങളോട് പറയാം, സ്വതന്ത്രമായ പഠനം നടത്തിയിട്ടുള്ള പലരുടെയും റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലും ഗവൺമെന്റ് ജനവിരുദ്ധമായ എന്തെങ്കിലും ചെയ്തു, ഗവൺമെന്റിന്റെ തെറ്റായ ചില നയതീരുമാനങ്ങളുണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വോട്ടർമാര് പ്രകടിപ്പിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അല്ല, ഈ ഭരണമെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് തന്നെ വിശദീകരിക്കുന്നിടയ്ക്ക് പറഞ്ഞല്ലോ, CPIM-ന്റെ പ്രവർത്തനം ജനങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുക്കണം, മുനിസിപ്പാലിറ്റിയുടെ ചുമതല ഏറ്റെടുക്കണം, സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ആ ചുമതല ഏറ്റെടുക്കും. അല്ലാത്ത സമയത്ത് തൊഴിലാളികളെയും കർഷകരെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് പാർട്ടിയുടെ ചരിത്രം. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തുമുള്ള ചരിത്രം ഇങ്ങനെയാണ്. അപ്പൊ അത് അംഗീകാരമാണ്. ആ അംഗീകാരമാണെന്നുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി ഇത് ഏറ്റെടുക്കുന്നത്. ആ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കും. വീണ്ടും ഇനി 5 വർഷം കൂടെ നിങ്ങൾ ഭരിക്കണമെന്ന് കേരളത്തിൽ പറഞ്ഞപ്പോൾ ഭരിച്ചു. ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇപ്പൊ പറഞ്ഞു. ഞങ്ങൾ അന്തസ്സായിട്ട് ജനവിധി അംഗീകരിക്കുന്നു. ആ ജനങ്ങളിങ്ങനെ വിധി നൽകാൻ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില പരാതികൾ ജനങ്ങൾ കൊണ്ടെന്നാണല്ലോ ഇതിന്ന് വ്യക്തമാകുന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പൊ എന്താണ് ആ യഥാർത്ഥ പരാതികൾ എന്നുള്ളത് പരിശോധിക്കാൻ പോവുക. പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ പാർട്ടി കോൺഗ്രസും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സഖാവ് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുത്തത് അടുത്ത പാർട്ടി കോൺഗ്രസിന്റെ സമയം വരെയാണ്. അപ്പൊ അതുവരെ സഖാവ് തുടരും. ആ 3 സീറ്റിലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾ ശരിക്കും പരിശോധിക്കണം. അതിനുശേഷം പറയാം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പാർട്ടി പരിശോധിക്കും. പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ പാർട്ടിയുടെ രേഖകളിലെല്ലാം അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പാർട്ടി പ്രവർത്തനത്തിനിടയ്ക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ സമീപനം പാർട്ടിയിൽ കടന്നുകൂടാം. അത് എന്നിൽ കടന്നുകൂടാം, മറ്റുള്ളവരിൽ കടന്നുകൂടാം. ഇത് നിരന്തരം പാർട്ടി പരിശോധിച്ച് തിരുത്തേണ്ട പ്രവണതകളാണ്. അപ്പോൾ അത് കേരളത്തിലെ പാർട്ടിയിലാണോ, അഖിലേന്ത്യാ പാർട്ടിയിലാണോ, ബംഗാളിലെ വേറൊരു സംസ്ഥാനത്തെ പാർട്ടിയിലാണോ എന്നുള്ളത് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റിയോ അതിനടുത്ത കേന്ദ്ര കമ്മിറ്റിയോ ഒരു തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചതാണ്. ഘട്ടം ഘട്ടമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റികൾ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം. അപ്പോൾ ഇവിടെ രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അത് കൊണ്ടുപോകും. അപ്പോൾ ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ സ്വഭാവവിശേഷം പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരിൽ ഉണ്ടാവാം. അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന സ്വയംപ്രശ്നപരമായിട്ട് അത് അംഗീകരിക്കുന്ന സമ്പ്രദായം. MA ബേബി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പാർട്ടി വിശദമായി തന്നെ പരിശോധിച്ച് വിലയിരുത്തൽ നടത്തി തിരുത്തേണ്ടത് തിരുത്തും എന്ന് പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.